അല്ല, ഈ സമീപകാലത്തൊന്നും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരോ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയോ ഇത്ര വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടിട്ടില്ല. കാരണം LDFന് പുറത്തുള്ള ഈ വെള്ളാപ്പള്ളി നടേശനെ ചൊല്ലിയാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് CPI വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള സംസാരങ്ങൾക്ക് ഒരു തുടക്കം വെച്ചിരുന്നു. അതിങ്ങനെ പുകഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് സർക്കാരിനും പാർട്ടിക്കും എതിരാകുന്ന ഒരു ഘട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് CPI വെള്ളാപ്പള്ളിയല്ല LDF എന്നും വെള്ളാപ്പള്ളിയല്ല LDFൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നൊക്കെയുള്ള പരസ്യമായ പ്രഖ്യാപനങ്ങൾ നടത്താൻ തുടങ്ങി. അപ്പോൾ അതിനു മുമ്പ് തന്നെ വെള്ളാപ്പള്ളിയെ പൊതിഞ്ഞുകൊണ്ടായിരുന്നു പിണറായി വിജയൻ്റെ നിലപാടുകൾ അധികവും. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയല്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടുകൾ മുസ്ലിം സമുദായത്തിനെതിരല്ല, മുസ്ലിം ലീഗിനെതിരാണെന്നൊക്കെ ഒരു നിലപാടായിരുന്നു പിണറായി വിജയനും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നത് പിണറായി വിജയനും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു റിസൾട്ടാണ് ഉണ്ടായത്. അപ്പോൾ അതിന് ശേഷം പാർട്ടിക്കുള്ളിൽ നിന്ന് ജില്ലാ കമ്മിറ്റികളിലൊക്കെ തന്നെ പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള സഖ്യം ന്യൂനപക്ഷങ്ങളെ അകറ്റാനിടയാക്കി എന്നുള്ള വർത്തമാനം പല ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വരികയും ഇനി പത്തനംതിട്ടയിൽ നിന്നൊക്കെയാണ് അത് തുടക്കം വെച്ചത്. അത് പിന്നെ പല ജില്ലാ കമ്മിറ്റികളും അത് ഏറ്റുപിടിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോയി. അത് CPI നേരത്തെ പറഞ്ഞിരുന്നതിന് ഏതാണ്ട് എൻഡോഴ്സ് ചെയ്യുന്ന തരത്തിലാണ് ജില്ലാ കമ്മിറ്റികളുടെ വന്നെങ്കിൽ, പക്ഷേ സംസ്ഥാന കമ്മിറ്റി ആ തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്കൊന്നും പോയില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പത്രസമ്മേളനത്തിലാണ് അതിരൂക്ഷമായ ഭാഷയിൽ വെള്ളാപ്പള്ളിയെ ആക്രമിക്കുകയൊക്കെ ചെയ്ത് അതിന് മറുപടി വെള്ളാപ്പള്ളി ശിവഗിരിയിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. വിശ്വസിക്കാൻ കൊള്ളാത്തവന്മാരാണ്, ചതിയൻ ചന്തുവാണെന്നും ഒക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളിയും CPIയെ പരമാവധി പ്രകോപിപ്പിച്ചു. അതിന് മറുപടിയായിട്ടാണ് ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനകളുണ്ടായത്. അപ്പോൾ ഇന്നിപ്പോൾ PD സതീശൻ പറഞ്ഞ പോലെ ഒരു അസ്ഥിര മുന്നണിയായിട്ടാണ് ഇടതുപക്ഷ മുന്നണി പോകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ആരെ ചൊല്ലിയാണ്? തെരഞ്ഞെടുപ്പ് തോൽവിയേക്കാൾ ഉപരി വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടുകളെ CPM എൻഡോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും ഒക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വർഗീയ പ്രസ്താവനകളെ CPM അംഗീകരിക്കുന്നു എന്നുള്ള മട്ടിലാണ് CPIയുടെ സംസാരം. അതാണ് VD സതീശൻ എന്ന് പറയാനുള്ള കാര്യം. ഈ മുന്നണി ഇപ്പോൾ ഒരു അസ്ഥിര മുന്നണിയായിട്ട് മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്ത വർഗീയ പ്രസ്താവനകൾ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിപ്പിക്കുന്നു.